എയർ ഇന്ത്യ വിമാനാപകടത്തിൽ ഉടലും ഉയിരും പ്രിയപ്പെട്ടവരെയും നഷ്ടമായവർ ഇപ്പോഴും തീരാവേദനയിൽ ഉരുകിക്കഴിയുകയാണ്. കൂടപ്പിറപ്പുകളുടെ മൃതദേഹം പോലും ലഭിക്കാതെ ആശുപത്രി വരാന്തകളിൽ കാത്തിരിപ്പുകൾ തുടരുന്ന ദയനീയമായ കാഴ്ച. വിദേശത്തേക്ക് പഠിക്കാനായി പോയ മകൾ ഒരു നിമിഷം കൊണ്ട് ഒരു പിടി ചാരമായതിന്റെ തീരാവേദനയിലാണ് ഓട്ടോ തൊഴിലാളിയായ സുരേഷ് ഗാതിക്. अभी लंदन की टिकट उसको बुक करा पढ़ने के लिए जाने के लिए ली थी हमने और इधर 10 बजे से उसे लेकर सुबह दी थी. ഗുജറാത്ത് സ്വദേശിയായ സുരേഷ് ഗാതികിന്റെ മകൾ പായൽ ഗാതിക് ഉന്നത പഠനത്തിനായാണ് ലണ്ടനിലേക്ക് യാത്രയായത്. വിദേശത്തേക്കുള്ള ആദ്യ യാത്രയായിരുന്നു പായലിന്റേത്. वो हमारे रिलेटिव के लड़की थी, सुरेश भाई खटीक की, पायल खटीक थी. उनको हम सुबह 7:30 बजे सब एयरपोर्ट छोड़ने गए थे. एयरपोर्ट छोड़ने के बाद 10-10:30 बजे उनको एंट्री मिली और उन्होंने एक वीडियो कॉल भी आया था 1:10 पर. എന്നാൽ പറന്നുയർന്ന ഉടനെ പൊട്ടിച്ചിതറിയ എയർ ഇന്ത്യ വിമാനത്തിനുള്ളിൽ പായലിന്റെ സ്വപ്നങ്ങളും ഒരു പിടി ചാരമായി മാറുകയായിരുന്നു. ഗുജറാത്തിലെ ഹിമ്മത്ത് നഗറിൽ താമസിക്കുന്ന പായലിന്റെ പിതാവ് ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്നത്. കുടുംബത്തിൽ നിന്ന് തന്നെ ആദ്യമായി വിദേശത്തേക്ക് പോകുന്നയാളാണ് പായൽ. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളുടെ ഭാരവുമായാണ് പായൽ യാത്ര ആരംഭിച്ചത്. കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്നാണ് പായലിനെ UK യാത്രയാക്കാൻ അഹമ്മദാബാദ് വിമാനത്താവളത്തിലെത്തിയത്. അപകടമുണ്ടായ ദിവസം രാവിലെ 10 മണിയോടെ മകളെ വേദനയോടെ പറഞ്ഞയച്ച് അവർ തിരിച്ചു. ഏറെ നാളത്തേക്ക് മകളെ വിട്ടുനിൽക്കുന്നതിലുള്ള വേദനയായിരുന്നു അപ്പോൾ സുരേഷ് ഉണ്ടായിരുന്നത്. എങ്കിലും മകൾ ലണ്ടനിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി മികച്ച ജോലി കണ്ടെത്തുമെന്ന ഉറപ്പ് ആ പിതാവിനുണ്ടായിരുന്നു. UK പഠിക്കാൻ ആഗ്രഹിച്ച മകളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ പേരിൽ വിലക്കാൻ ആ പിതാവ് തയ്യാറായിരുന്നില്ല. അവളുടെ സ്വപ്ന സാഫല്യത്തിന് വേണ്ടി വായ്പയെടുത്തു. പായലിന് ജോലി കിട്ടുന്നതോടെ വിദ്യാഭ്യാസ വായ്പ തിരിച്ചടയ്ക്കാമെന്നും തങ്ങളുടെ ദാരിദ്ര്യത്തിനൊരു അവസാനമുണ്ടാകുമെന്നും അദ്ദേഹം കരുതി. എന്നാൽ അധികം വൈകാതെ ഇനി ഒരിക്കലും മകൾ തിരിച്ചു വരില്ലെന്ന വാർത്തയാണ് അദ്ദേഹം ഞെട്ടലോടെ കേൾക്കേണ്ടി വന്നത്. മകൾ മരിച്ചതായി DNA പരിശോധനയിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്തു. രാജസ്ഥാനിലെ ഉദയ്പൂരിലെ ഗോകുണ്ട ഗ്രാമത്തിൽ നിന്നുള്ള പായൽ സഹോദരങ്ങൾക്കൊപ്പമാണ് ഹിമ്മത്ത് നഗറിൽ താമസിച്ചിരുന്നത്. മികച്ച നിലയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പെൺകുട്ടി ജന്മനാടിന്റെ കൂടി പ്രതീക്ഷയായിരുന്നു. ആ ഗ്രാമത്തിന്റെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിയായിരുന്നു പായലിന്റെ യാത്രയും. എന്നാൽ വിമാനത്തിലുണ്ടായിരുന്ന ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഒപ്പം പായലും ഇനിയൊരു തിരിച്ചുവരവില്ലാത്തവണ്ണം ദൂരത്തായി മാറി. മകളുടെ വേർപാട് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പിതാവ് സുരേഷിനും കുടുംബത്തിനും കഴിഞ്ഞിട്ടില്ല. Subscribe to One India and never miss an update.